ഇപ്പോഴെന്ന് തന്നെയല്ല, മുൻപായാലും രണ്ടുപേർക്ക് വഴക്കിടാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഇപ്പോഴത്തെ മെയിൻ വഴക്കിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സുമാർ രണ്ടുപേരും കൂടി പിടിക്കും. പിന്നെ ഒരാൾ അങ്ങോട്ട് വലിക്കും, ഒരാൾ ഇങ്ങോട്ട് വലിക്കും. പക്ഷേ രണ്ടുപേരും വലിക്കുന്നത് രണ്ടുപേർക്കും ഇഷ്ടമല്ല. ആരെങ്കിലും ഒരാൾ മാത്രം വലിക്കാൻ പാടുള്ളൂ. അതിനാണ് ഇപ്പോൾ ഒരു അടി കഴിഞ്ഞത്. ഈ ഒരു അടി ഉണ്ടാക്കാനായിട്ട് മുഖ്യനായി നിൽക്കുന്നത് എൻ്റെ ഇളയ മോനാണ്. അവനാണ് ഇങ്ങനെ പിടിച്ചു തുടങ്ങുക. ആ ഡ്രസ്സമ്മയോ പുതപ്പുമ്മയോ എന്തെങ്കിലുമൊക്കെ പിടിക്കും. എന്നിട്ട് ചേട്ടനൊരു നോട്ടമുണ്ട്, ചേട്ടൻ എന്തേ അനങ്ങാത്തേ എന്നുള്ള രീതിയിൽ. ചേട്ടൻ ചിലപ്പോൾ അത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. കാണാത്ത ചേട്ടനെ വിളിച്ച് കാണിച്ചു കൊടുക്കലാണ് ഇപ്പം ഡോണുവിൻ്റെ പണി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി പിടിവലിയായി അവസാനം എന്തിനു പറയണ രണ്ടുപേരും അവിടെ കിടന്ന് കരയും. അടി ഉണ്ടാക്കി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും രണ്ടുപേരും ഇവിടെ വന്നിങ്ങനെ കിടക്കും. ഇത് അടുത്തടിക്കുള്ളതാണ് കേട്ടോ. ആ ചെറുത് കൈയിട്ട് കുത്തണ കണ്ടില്ലേ, അതാണ് അടുത്തടിക്കുള്ള സ്റ്റാർട്ടിങ് പോയിന്റ്. എൻ്റെ തമ്പുരാനെ, ഇതുങ്ങളുടെ ഇടയിൽ നിൽക്കണതിന് നമുക്ക് ഓസ്കാർ തരണം, ഓസ്കാർ. പ്രത്യേകിച്ച് ഈ ആൺപിള്ളേരുള്ള അമ്മമാർക്ക്. പെൺപിള്ളേരുള്ള അമ്മമാർ എങ്ങനെയൊന്നും അറിയില്ല. പെൺപിള്ളേർ ഇച്ചിരിയെങ്കിലും അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും എൻ്റെ അമ്മ പറയാറുള്ളത് ഞാനും എൻ്റെ അനിയത്തിയും ഇത്രയും കുറുമ്പൊന്നും കാണിച്ചിട്ടില്ലെന്നാണ് കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ വല്ല സിനിമ കാണാണെന്ന്. ഞാൻ കാണുന്നത് ഈ സാധനമാണ്. ഇതിൻ്റെ അടുത്ത സീൻ എന്താന്ന് പോലും എനിക്ക് കാണാപ്പാടായി. ഇതൊക്കെ കണ്ട് 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 മടുത്തിരിക്കുകയാണ് എൻ്റെ പൊന്നെ. ഈ ടി വിയിൽ ഒരു സിനിമ കണ്ടിട്ട് കാലം എത്രയെന്നറിയോ? കാണും, പകുതിക്ക് വെച്ച് നിർത്തേണ്ട അവസ്ഥ വരും. ഈ സംഭവമൊക്കെ കണ്ട് കണ്ട് എൻ്റെ കണ്ണും മഞ്ഞളിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യയും പാകിസ്ഥാനും കളി ഉണ്ടായിട്ട് പോലും ഒന്ന് ടി വിയിൽ കാണാൻ പോലും ചാച്ചന് പറ്റില്ല. എന്നിട്ട് ഫോണിലാണ് ചാച്ചൻ കണ്ടത്. എന്തൊരവസ്ഥയല്ലേ. നിങ്ങളുടെ വീട്ടിലും ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിള്ളേരുള്ള എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.